തനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തൻപോട് പൂക്കും കുസുമതീലേന്തുന്ന പൂന്തേ പുഴമ്പേ ചെമ്പൊൽത്താർവാണം ഡംബപ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേ കഴലിന വലയാദീശ്വരി വിശ്വനാഥേ. എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ജൂൺ 19 വായന ദിനം ആയി ആഘോഷിക്കേണ്ടിയിരുന്ന നമ്മൾ അന്ന് പ്രതികൂല സാഹചര്യത്തിൽ നമുക്കത് സാധിച്ചില്ല. പകരം ക്ലാസ്സുകളിൽ വെച്ച് നമുക്ക് വായന ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. അതിൽ മത്സര വിജയികളായ ഒട്ടനവധി കുട്ടികളുണ്ട്. വായന ദിനം എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട്. നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. നമ്മൾ മലയാളികളെ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായനയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമം പോലും കേരളക്കരയിൽ ഉണ്ടാകരുതെന്ന സന്ദേശമാണ് നൽകിയത്. ഒരു മനുഷ്യനെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ വായനയുടെ പങ്ക് വളരെ വലുതാണ്. നല്ല വായനയിലൂടെയാണ് നല്ല ചിന്തയും നല്ല മനുഷ്യനും ഉണ്ടാകുന്നത്. നല്ല വായനയിലൂടെയാണ് നല്ല പൗരന്മാർ സൃഷ്ടിക്കപ്പെടുന്നത്. നല്ല പൗരന്മാരാണ് കറുത്ത നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്ന് കാടു പറയുന്നു. മലവേടക്കിടാത്തിയുടെ കല്ലുകള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കല്ലിയങ്കാട്ടെ കറുമ്പിനി എന്ന ദ്രാവിഡ രാജകുമാരി. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ.